ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫാബ്രിക് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ബുക്ക് മാർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാനാണ്. മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ബുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. ആദ്യം തന്നെ വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫാബ്രിക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫാബ്രിക് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോട്ടൺ ടൈപ്പ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പോളിസ്റ്റർ പോലെയുള്ളതും ഷിഫോൺ പോലെയുള്ള ക്ലോത്തും ഒക്കെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകുന്നത് കാണാറുണ്ട്. ഇവിടെ ഞാൻ എനിക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് എടുത്തിട്ടുള്ളത്. നല്ല പ്രിന്റഡ് ടൈപ്പ് ഒക്കെ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ അതിനനുസൃതമായിട്ടുള്ള വർക്കുകളാണ് നമ്മൾ ഇതിൽ ചെയ്തു കൊടുക്കേണ്ടത് എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു വൈറ്റ് കോട്ടൺ ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത്. ഇനി പറയുന്നത് മെഷർമെന്റ് ആണ്. ആദ്യമേ പറയട്ടെ, ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ള അല്ലെങ്കിൽ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു അളവാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അളവുകളിൽ ബുക്കിൻ്റെ സൈസിനൊക്കെ അനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ചിലർക്ക് ബുക്ക് മാർക്ക് അത്യാവശ്യം നല്ല വിടുത്തുള്ളത് വേണ്ടിവരും, ചിലർക്ക് അത്ര തന്നെ ഇഷ്ടമാവില്ല. ഏത് ബുക്കിലേക്കാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് നേരത്തെ തന്നെ അറിയുമെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള വിഡ്ത്തും ലെങ്ത്തുമാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇവിടെ ഞാൻ വിഡ്ത്ത് 5 ഇഞ്ചും ലെങ്ത്ത് 7 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. വിഡ്ത്ത് 5 ഇഞ്ച് എടുക്കാൻ കാരണം ഇതിൻ്റെ പകുതിയായിട്ടായിരിക്കും മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. തയ്യൽ തുമ്പിനായിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ശരിക്കും വേണ്ട വിഡ്ത്ത് 2 ആണ്. തയ്യൽ തുമ്പിന് 2 ഭാഗത്തും 1/2 ഇഞ്ചോളം പോകുന്നത് കൊണ്ട് 2.5 ആക്കി എടുത്തു. ഇനി പകുതി വെച്ച്, അതായത് പകുതി മടക്കി തയ്ക്കുന്നതിനാൽ ഇരട്ടി എടുക്കണമല്ലോ, അങ്ങനെയാണ് 5 ഇഞ്ച് എടുത്തിട്ടുള്ളത്. പറയുന്നത് കൺഫ്യൂഷൻ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ശരിക്കും വാച്ച് ചെയ്താൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. കാര്യമായിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഡ്ത്തും ലെങ്ത്തും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു മെഷർമെന്റ് സത്യത്തിൽ ഇല്ല. ഇനി ഇതിൻ്റെ മെഷർമെന്റ് ഒട്ടും തന്നെ അറിയാത്തവരാണെങ്കിൽ മാത്രം ഈ ഒരു വിഡ്ത്തും ലെങ്ത്തും ഫോളോ ചെയ്താൽ മതി. ബുക്ക് മാർക്കിൻ്റെ ശരിക്കും വിഡ്ത്ത് എനിക്ക് വേണ്ടത് 2 ഇഞ്ചാണ്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എനിക്ക് 2 ഇഞ്ച് തന്നെയാവും കിട്ടുന്നത്. 5 ഇഞ്ചിലാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വിഡ്ത്ത്. അത് മടക്കുമ്പോൾ എനിക്ക് 2 ഭാഗത്തും സീം അലവൻസും കൂടെ ഇട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് 2 ഇഞ്ചായിരിക്കും വരുന്നത്. ജസ്റ്റ് ഒന്നും കൂടെ ഈ ഒരു അളവ് കാണിക്കുന്നുണ്ട്. ലെങ്ത് കണ്ടില്ലേ, 7 സംതിങ്ങും കൂടെ ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണമാണ് എടുക്കേണ്ടത്. ചെറിയ ബുക്കുകളാണെങ്കിൽ അത്യാവശ്യം ചെറിയ അളവുകളിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക, കാരണം അല്ലെങ്കിൽ അത്ര തന്നെ വൃത്തി തോന്നില്ല. ഇനി നമുക്ക് ബുക്ക് മാർക്കിൽ ഡിസൈൻ ചെയ്യാനുള്ളതാണ് ചെയ്യുന്നത്. അതിന് ഈ 2 നൂലുകളാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങളുടെ കൺവീനിയൻറ്റിനനുസരിച്ചാണ് എടുക്കേണ്ടത്. നിങ്ങളുടെ ഇഷ്ടമാണ് ഇതിലൊക്കെ പ്രാധാന്യം. മാത്രവുമല്ല, നിങ്ങളെടുത്തിട്ടുള്ള ഫാബ്രിക്കിൻ്റെ ആ ക്ലോത്തിൻ്റെ ഏകദേശം കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന കളേഴ്സ് നൂലുകൾ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തു കാണിക്കുകയും ചെയ്യും. 2 അഗ്രഭാഗത്തു നിന്നും ഇതുപോലെയാണ് ഉള്ളിലേക്ക് സീം അലവൻസിനായിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈവച്ച് തന്നെ നിങ്ങൾക്ക് മടക്കി കൊടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റിച്ച് ഇതിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ സിഗ്സാഗ് സ്റ്റിച്ചാണ് സെലക്ട് ചെയ്യുന്നത്. അതിനായി സെലക്ടർ C ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്തായിട്ട് എടുത്തിട്ടുള്ളത് 2 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് സ്റ്റിച്ചും ചൂസ് ചെയ്യാം. D ആണെങ്കിലും E ആണെങ്കിലും F ആണെങ്കിലും G ആണെങ്കിലും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് തന്നെയായിരിക്കും വരുന്നത്. ആദ്യം ജസ്റ്റ് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു മടക്കി തയ്ക്കുന്ന ഭാഗം നമുക്ക് ഉള്ളിലേക്ക് വരണം, പുറത്തേക്ക് കാണാൻ പാടില്ല. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏയിലിട്ടും ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു നീളമുള്ള എന്തെങ്കിലും ടൂൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് മറിച്ചെടുക്കാം. സീം അലവൻസ് പുറത്തേക്ക് കാണാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 3 ഭാഗവും സീം അലവൻസ് കാണാത്ത രീതിയിൽ ഉള്ളിലേക്കായിട്ടാണ് കാണിക്കുന്നത്. ഒരു ഭാഗം മാത്രമാണ് ഓപ്പണായി കിടക്കുന്നുള്ളൂ. അത് നമുക്ക് ലാസ്റ്റ് ഉള്ളിലേക്കായിട്ട് കൊടുക്കാം. ഇതുപോലെ കൈവച്ച് തന്നെ നമുക്ക് ഉള്ളിലേക്കാക്കി കൊടുത്താൽ മതി. അതിനുശേഷം സ്റ്റിച്ച് വരുമ്പോൾ അത് പുറത്തേക്ക് കാണുകയുമില്ല. മാത്രവുമല്ല, എല്ലാ ഭാഗവും തുല്യമായി തന്നെ നല്ല ഭംഗിയിൽ തന്നെ കിടക്കുകയും ചെയ്യും. കൈവച്ച് നന്നായി ഇതുപോലെയൊന്ന് നേരെയാക്കി കൊടുക്കണം, കാരണം കോൺ പോലെയൊക്കെ നിന്നാൽ ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ട്
നന്നായി കൈവച്ച് തന്നെ പ്രസ് ചെയ്ത് നേരെയാക്കിയെടുക്കാൻ ശ്രമിക്കണം. കോട്ടൺ ക്ലോത്ത് ആവുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ മറ്റുള്ള ക്ലോത്തുകൾ യൂസ് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രിൻ്റഡ് ഫാബ്രിക് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിലാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നിങ്ങളുടെ വർക്കുകളൊക്കെ വേണ്ടത്. ഓരോ ക്ലോത്തിനും മാച്ച് ആവുന്ന നൂലുകളുണ്ട്. അതായത് സെയിം കളർ തന്നെ ചില ക്ലോത്തുകൾക്ക് എടുക്കുമ്പോൾ ഭംഗിയുണ്ടാവില്ല. എന്നാൽ കോൺട്രാസ്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ നല്ല ഭംഗിയും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ 4 ഭാഗത്തും ഇതുപോലെ സിഗ്സാഗ് സ്റ്റിച്ച് വെച്ചാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. നല്ല നീറ്റ് ആൻഡ് ഫിനിഷിങ്ങിൽ തന്നെ ഈ 4 ഭാഗവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചെറിയ രീതിയിൽ ഒരു ടെക്സ്റ്റ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. ഇത്രമാത്രം മതിയെങ്കിൽ അങ്ങനെയാവാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഉൾഭാഗത്ത് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഹാൻഡ് വെച്ച് എംബ്രോയ്ഡറി ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും, അല്ലെങ്കിൽ മെഷീൻ എംബ്രോയ്ഡറി ആണെങ്കിൽ അങ്ങനെയൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെയ്തു കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒരു ഹായ് എന്നുള്ള രീതിയിലാണ് എഴുതി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും, നിങ്ങൾക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും സിമ്പിളായിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം. എഴുതി കൊടുത്ത ടെക്സ്റ്റിനെ ഇനി മെഷീൻ വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് എംബ്രോയ്ഡറി പോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായി നമ്മൾ സെലക്ടർ സിയിൽ തന്നെയാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. എഴുതി കൊടുത്ത ഭാഗത്ത് കൂടി മെല്ലെയൊന്ന് ക്ലോത്ത് ചലിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്പീഡ് കുറച്ചുകൊണ്ട് തന്നെ മെല്ലെ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും. ആദ്യമായി ചെയ്യുന്നവരാണെങ്കിൽ ആദ്യമൊന്ന് പരീക്ഷിച്ച് ഒന്ന് എക്സ്പീരിയൻസ് ആക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിനൊരു പോംവഴി. അധികം പ്രയാസമൊന്നുമില്ല. നിങ്ങൾ 2-3 തവണ ഒന്ന് ചെയ്തു നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേയുള്ളൂ. നിങ്ങൾ തിരിച്ചെടുക്കുമ്പോൾ സൂചിയൊന്ന് കുത്തി നിർത്തിയിട്ട് വേണം ചെയ്യാൻ എന്ന് മാത്രം. ഇതുപോലെയൊന്ന് കുത്തിയെടുത്തിട്ട് തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ എച്ചും എയും കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് ഇതുപോലെ എടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ എയുടെ നടുവിൽ കൂടെ വരയ്ക്കാനുള്ള ആ ഒരു വരയൊക്കെ ഇതുപോലെ സൂചി കുത്തി നിർത്തിയിട്ട് മെല്ലെ പുറത്തേക്ക് വലിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഒരു പ്ലേസിൽ കൊണ്ടുവച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ചെറിയൊരു പെർഫെക്ഷൻ്റെ പ്രയാസമൊക്കെ ഇതിൽ കാണുന്നുണ്ട്. ഇത് ഒന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടി ഫെവിക്രിലിൻ്റെ ഔട്ട്ലൈനർ ആണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ഗ്ലിറ്ററിങ് ഫോമിലാണ് വരുന്നത്. മാത്രവുമല്ല ഒരു സിൽവർ കളറിലുള്ള ഗമ്മും കൂടെ ഉള്ളതാണ്. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ ഉണങ്ങി കിട്ടുമ്പോൾ ഗ്ലിറ്ററിങ് ഫിനിഷിങ്ങോടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. കൂടുതൽ വർക്ക് ചെയ്യാതെ തന്നെ നല്ല ഭംഗിയോടെ ഇരിക്കാൻ ഇത് നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. അതിനുശേഷം സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാനായി ബീറ്റ് 7000ൻ്റെ ഈ ഒരു ഗമ്മാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ്. ഇവിടെ ഇതുപോലെ ഒരു 6 സ്റ്റോണുകൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബുക്ക് മാർക്കിനെ നമുക്ക് ബുക്കിലൊന്ന് പെയർ ചെയ്ത് കൊടുത്തു നോക്കാം. നമുക്ക് ഏതെങ്കിലും പേജിൽ അടയാളപ്പെടുത്താനൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ആ പേജിൽ വെച്ചിട്ട് മടക്കി എടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാനും സാധിക്കും. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാനുമൊക്കെ എളുപ്പമാണ്. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോ വേണ്ടവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.